നല്ല വെയിലുണ്ടായിരുന്നു. മുറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം വിശ്രമിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ നബി തങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും ആ മരത്തിന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ വെള്ളമൊഴിച്ചു കൊടുത്തു. ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാ, ഈ മുറ്റത്ത് വേറെയും കുറേ മരല്ലേ, എന്താ അതിനൊന്നും വെള്ളം പാർന്നു കൊടുക്കാതെ ഈ മരത്തിന് മാത്രം വെള്ളം പാർന്നു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ആ മരത്തിൻ്റെ താഴ്ഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എൻ്റെ ഹയാത്ത് കാലത്ത് ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ കാരണം? ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ബത്തക്ക കിട്ടി. ഒരു ബത്തക്ക. കുറേ സമയം ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പിന്നെ വലതുവശത്തുള്ള ആൾക്ക് അതാണ് കൊടുത്തു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബത്തക്ക തിന്നാത്തതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ റസൂലിനൊരിക്കൽ ബത്തക്ക കിട്ടിയിരുന്നു. പക്ഷേ നബി തങ്ങൾ അത് എങ്ങനെയാണ് മുറിച്ചത് എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു. എന്താ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ കാരണം? ഇങ്ങനെ ഒരു കുട്ടി മൂപ്പർക്ക് എന്താ ഉണ്ടാകാൻ കാരണം? ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുമ്പിട്ടുങ്ങാണ്ട് പോയി. തല താത്തിയിട്ട് ഇങ്ങനെ കുമ്പിട്ടുങ്ങാണ്ട് പോയിട്ട് കുറേ ദൂരം ചെന്നുകാണ്ട് പിന്നെ തലണ് പൊന്തിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്താ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എങ്ങനെ തല താത്തി പോയിട്ട് കുറേ ചെന്നുങ്ങാണ്ട് തല പൊന്തിച്ചതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മുമ്പൊരിക്കൽ ഞാൻ ഇതുവഴി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യായിരുന്നു നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി